കൃഷ്ണൻ വക്കീൽ, കോകില, മായാവതി, നകുലൻ, സഹദേവൻ ആൻഡ് അർജുനൻ. ഈ വാക്കുകൾ ക്രമത്തിൽ അടുക്കി പറയുക. കൃഷ്ണൻ വക്കീൽ, മായാവതി, അർജുനൻ, സഹദേവൻ, നകുലൻ, കോകില. നിങ്ങൾ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഹോട്ട് സീറ്റ്. അതതിൻ്റെ അകത്തുള്ളതാ. അപ്പോൾ തുടങ്ങാമല്ലേ? തുടങ്ങാം. എന്താണ് നിങ്ങളുടെ പേര്? മഹാകവി അർജുൻ. ഒരു കവിത എഴുതട്ടെ. ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ? കവിത വേണം. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? ഞാന് വാട്ടർ അതോറിറ്റി. അങ്ങനെ പുറത്തൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ല. അവിടെ സുരേഷ് ഏട്ടൻ നേരിട്ടാണ് ചോദിക്കുന്നത്. നേരിട്ട് തന്നെ വേണം ഉത്തരം. വാട്ടർ അതോറിറ്റിയാണ്. ഓക്കെ. വാട്ടർ അതോറിറ്റി. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഒരു കവിയായ സ്ഥിതിക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാകട്ടെ ആദ്യം ചോദിക്കാം. അത് ഞാൻ പറയും. ചോദ്യം ഇതാണ്. ഏതാ? ഇതല്ല. മലയാള ഭാഷയുടെ എന്താണത്? പിതാവ് ആരാണ്? ഓപ്ഷൻ 1 എ കറിയാച്ചൻ, ബി റോയ്ച്ചൻ, സി എഴുത്തച്ഛൻ ആൻഡ് ഡി പെരുന്തച്ഛൻ. വിറ്റ് ഈസ് എ മലയാളം ഭാഷ കർത്ത. വേർ ആർ യു? മറ്റേ ഇംഗ്ലീഷ് ആയിരുന്നു. ചുമ്മാ ഓരോ ചോദിക്കല്ലേ. കറിയാച്ചനല്ല. പിന്നെ ഈ പെരുന്തച്ഛൻ അല്ല. പിന്നെ മാമച്ചൻ ഉണ്ടോ? മാമച്ചനൊന്നും ഇത് ഇതിന് മാമച്ചനൊന്നും ഇല്ല. എനിക്ക് എനിക്ക് സഹായം വേണം. എന്നാ സഹായം? ലൈഫ് ലൈൻ. ഓക്കെ, ലൈഫ് ലൈൻ എടുത്തോളൂ. എനിക്ക് ഈ ആൾക്കാരിൽ നിന്ന് മതി. ഓഡിയൻസിനോട് ചോദിക്കണം. ചോദിച്ചോളൂ. ഇത് മീനാക്ഷി മോളോട് ചോദിക്കാം. എനിക്ക് ലൈഫ് ലൈൻ വേണം ചേട്ടാ. അല്ല, പുള്ളിക്ക് ഇപ്പൊ ലൈഫ് ലൈൻ ഞാൻ കൊടുത്തായിരുന്നു. എന്റെ ലൈഫ് ലൈൻ മമ്മിക്ക്. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയല്ലേ? ലൈഫ് ലൈൻ ചേഞ്ച് ചെയ്യണം ചേട്ടാ. ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എന്തുവാ ഇത്? മമ്മി എന്റെ ലൈഫ് ലൈൻ. എഴുത്തച്ഛനാടി. ഡാഡി എഴുത്തച്ഛൻ. അപ്പോൾ ഡാഡി എഴുത്തച്ഛനുമായിട്ട് മുമ്പോട്ട് പോകാം. ഡാഡി എഴുത്തച്ഛനല്ല, വെറും എഴുത്തച്ഛൻ. എഴുത്തച്ഛനുമായിട്ട് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോവാമോ മമ്മി? ആർ യു കോൺഫിഡൻസ്? കോൺഫിഡന്റ് ആണ് മമ്മി. കോൺഫിഡന്റ് അല്ലേ? ഇങ്ങനെ രണ്ടെണ്ണം നിങ്ങൾക്ക് പോയാൽ ഞാൻ പോയാൽ മതിയോ? എഴുത്തച്ഛൻ ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്യ. പ്ലീസ് ലോക്ക്. എഴുത്തച്ഛൻ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്കിപ്പോൾ 5000 രൂപ കിട്ടിയിരിക്കുന്നു. ഇപ്പോഴും തീർന്നു കഴിഞ്ഞിട്ടാ കരങ്ങ കിട്ടുന്നത്. 10000 രൂപയ്ക്കുള്ള എന്റെ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. കാക്കയുടെ കൂട്ടിൽ ഇടിച്ചു കയറി മുട്ടയിടുന്ന പക്ഷി ഏതാണ്? എ മയിൽ, ബി കുയിൽ, സി മുയൽ, ഡി ഒട്ടകപ്പക്ഷി. കൂട്ടിൽ ഇടിച്ചു കയറി മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഉത്തരം ആലോചിച്ച് ചിന്തിച്ച് വ്യക്തമായി പറയുക. ഒട്ടകപ്പക്ഷി ലോക്ക് ചെയ്യട്ടായോ? ചെയ്യണ്ട. പിന്നെ ഏതാണ്? മുയൽ ലോക്ക് ചെയ്യട്ടായോ? ലോക്ക് ചെയ്യണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. എനിക്ക് സഹായം വേണം. എന്ത് സഹായമാണ് വേണ്ടത്? ഓഡിയൻസ്